പ്രേംലാൽ, ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൂടുതൽ പോർ വിമാനങ്ങളും ആയുധങ്ങളും വേണമെന്നാണ് വ്യോമസേനാ മേധാവി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വൻ സന്നാഹം ഒരുക്കണമെങ്കിൽ ഇതെല്ലാം വേണമെന്നാണ് പറയുന്നത്. എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടോ കാര്യത്തിൽ? അതായത് എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് അദ്ദേഹം ഡൽഹിയിൽ നടന്ന ഒരു ഔദ്യോഗിക പരിപാടിയിലാണ് ഒരു വിമർശനപരമായ ഒരു കാര്യം ഉന്നയിച്ചത്. അതായത് നമ്മൾ ഒരുപാട് കരാറുകൾ എഴുതി തയ്യാറാക്കുന്നു, സേനയ്ക്ക് വേണ്ട യുദ്ധസാമഗ്രികൾ കിട്ടാൻ, ഉപകരണങ്ങൾ കിട്ടാൻ വേണ്ടി ഒരുപാട് കരാറുകളും ധാരണകളും ഉണ്ടാക്കുന്നു. പക്ഷേ ഈ സാധനങ്ങൾ മാത്രം എത്തുന്നില്ല. കരാറുകളും പ്രഖ്യാപനങ്ങളും നിരവധി ഉണ്ടാകുന്നു, പക്ഷേ സാധനങ്ങൾ കിട്ടുന്നില്ല. പ്രധാനമായും അദ്ദേഹത്തിന് പരാതിയുള്ളത് ഈ തേജസ് യുദ്ധവിമാനങ്ങളെ സംബന്ധിച്ചാണ്. തേജസ് യുദ്ധവിമാനങ്ങളുടെ MK-1A സീരീസിലുള്ള പരിഷ്കൃത രൂപം അത് 2021 ഫെബ്രുവരിയിൽ HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായി 48,000 കോടി രൂപയുടെ വലിയൊരു കരാർ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് കൊടുത്തിരുന്നു പ്രതിരോധ മന്ത്രാലയം. 2024 മാർച്ചിൽ ഈ 83 വിമാനങ്ങളും കൈമാറണമെന്നായിരുന്നു ധാരണ. എന്നാൽ അതിൻ്റെ ഒന്നുപോലും ഇതുവരെ കിട്ടിയിട്ടില്ല. അതുമാത്രമല്ല, ഇന്ത്യ ഈ തേജസിൻ്റെ കുറച്ചുകൂടി പരിഷ്കൃത രൂപമായ MK-2 സീരീസിലുള്ള വിമാനങ്ങളുടെ പ്രഖ്യാപനം നടത്തി. അതുകൂടാതെ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ തയ്യാറാക്കുന്നതിനും ഇതെല്ലാം നിർമ്മിക്കുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് പോലും, അതായത് ഒരു ആദ്യ മാതൃക പോലും ഇതുവരെ തയ്യാറാക്കാൻ സാധിച്ചിട്ടില്ല. ഈ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ 10 വർഷത്തിന് ശേഷമേ കിട്ടുകയുള്ളൂ. അപ്പോൾ അതും ഒരു പ്രശ്നമാണ്. അദ്ദേഹം പറയുന്നത് ഈ നമുക്ക് 10 വർഷത്തിന് ശേഷം നമ്മൾ പൂർണ്ണ സജ്ജമായിരിക്കാം. കാരണം നമ്മുടെ പ്രതിരോധ മേഖലയിലുള്ള പല വ്യവസായശാലകൾ, ഇപ്പോൾ BEML ആയിക്കോട്ടെ, DRDO ആയിക്കോട്ടെ, HAL ആയിക്കോട്ടെ, അവർക്കെല്ലാം നമ്മുടെ ആവശ്യത്തിന് പര്യാപ്തമായ സാമഗ്രികൾ തരാൻ സാധിച്ചേക്കും 10 വർഷത്തിന് ശേഷം. പക്ഷേ നിലവിലെ സാഹചര്യം പരിഹരിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ വേണം. ഇതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ പ്രധാന കാരണം. ഒരു പ്രൊജക്റ്റ് പോലും സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം തനിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നിലവിലെ സാഹചര്യങ്ങൾ, അതായത് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയൊരു ആശയത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. യുദ്ധോപകരണങ്ങളടക്കം ഇന്ത്യയിൽ തന്നെ തയ്യാറാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യം. പക്ഷേ ഇതിന് വേണ്ടിയിട്ടുള്ള റിസർച്ചോ അതിൻ്റെ ഡിസൈനിങ്ങോ അതിനെക്കുറിച്ച് കാര്യമായ മുന്നേറ്റം നമുക്ക് നടത്താൻ സാധിച്ചില്ല. ഈ പ്രഖ്യാപനങ്ങൾ നടക്കുന്നുണ്ട്, അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിന് വേണ്ട വലിയ രീതിയിലുള്ള ഗവേഷണ നിരീക്ഷണ പ്രവർത്തനങ്ങൾക്ക് കാര്യമായ നടപടികൾ ഉണ്ടാകുന്നില്ല. ഇത് വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ അഞ്ചാം തലമുറ അല്ലേ? അതെ, 5ാം തലമുറ വിമാനങ്ങൾ, ആ വിമാനം ഉണ്ടാക്കാൻ ഇന്ത്യ തന്നെ സ്വന്തമായി നിർമ്മിക്കാനുള്ള ഒരു ശ്രമവും നടത്തുന്നുണ്ട്. പാകിസ്ഥാനാകട്ടെ അത് ചൈനയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങുകയാണ്. പക്ഷേ അതിനകത്തൊരു മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, ഇപ്പോൾ യുദ്ധം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ അത് അടുത്ത വർഷം തന്നെ കിട്ടും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് 10 വർഷത്തെ സമയത്തിന് ശേഷമേ അത് നിർമ്മിച്ച് കിട്ടുകയുള്ളൂ. അതെന്തുകൊണ്ടാണ് അത്തരത്തിൽ സംഭവിക്കുന്നത്? അല്ല, പ്രധാനമായും നമ്മൾ ഈ തദ്ദേശീയമായ യന്ത്രസാമഗ്രികളെയും സാങ്കേതിക വിദ്യയും ആശ്രയിക്കുന്നുണ്ടുള്ള കുഴപ്പമാണ്. ഒരു വിമാനം തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു റോഡിലോടുന്നൊരു വാഹനം തയ്യാറാക്കുന്നത് പോലെയുള്ള ഒരു സംഗതിയല്ല. ഒരു വിമാനം തയ്യാറാക്കുമ്പോൾ അത് പറത്തുന്ന പൈലറ്റിൻ്റെ സുരക്ഷയ്ക്കൊപ്പം അത് പറത്തുന്ന വഴിയിൽ അതിൻ്റെ താഴെ താമസിക്കുന്ന സാധാരണക്കാരുടെ ജീവൻ്റെ സുരക്ഷയും കൂടി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്പോൾ അതിസൂക്ഷ്മമായി നിരീക്ഷിച്ച് വളരെ വിദഗ്ധമായി അതിൻ്റെ പരിശോധനകൾ പൂർത്തിയാക്കിയാൽ അത് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ തദ്ദേശീയമായി നമ്മൾ ഒരു വിമാനം, ഇപ്പോൾ തേജസിൻ്റെ ഉദാഹരണം തന്നെ എടുക്കാം. തദ്ദേശീയമായിട്ട് തന്നെയാണ് അതിൻ്റെ പൂർണ്ണ ഡിസൈനിങ്ങും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്തത്. പക്ഷേ അതിൻ്റെ എൻജിന് വേണ്ടി നമുക്ക് അമേരിക്കയിലെ GE എന്ന് പറയുന്ന ഒരു കമ്പനിയെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. നമുക്ക് തദ്ദേശീയമായി അതിൻ്റെ ഒരു എൻജിൻ ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റേതായ പരിമിതികളുണ്ട്. ആ പരിമിതികൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ അമേരിക്കൻ കമ്പനിയെ ആശ്രയിക്കുമ്പോൾ അവർ ഇന്ത്യക്ക് മാത്രമല്ലല്ലോ, പല രാജ്യങ്ങൾക്കും അവർക്ക് വിമാന എഞ്ചിനുകൾ കൈമാറേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ചുള്ള ലഭ്യത ആ എൻജിന് ഉണ്ടാകാറില്ല. അത് ഈ തേജസിൻ്റെ പുതിയ വെർഷൻസൊക്കെ അവതരിപ്പിക്കുന്നതിന് വലിയൊരു തടസ്സമായിട്ടുണ്ട്. അതുകൂടാതെ ഈ 5ാം തലമുറ യുദ്ധവിമാനങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അത് പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനാണ് ഇപ്പോൾ പദ്ധതി ഇട്ടേക്കുന്നത്. ഈ എൻജിൻ അടക്കമുള്ള സാമഗ്രികൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കണമെന്നാണ് നമ്മൾ പദ്ധതി ഇടുന്നത്. പക്ഷേ അതിന് സാധിക്കാത്ത പക്ഷം UK-യിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ, അല്ലെങ്കിൽ ഇന്ത്യയുടെ വിശ്വസ്ത പങ്കാളി ഇക്കാര്യത്തിലുള്ളത് റഷ്യയാണ്, അവരിൽ നിന്നോ സാങ്കേതിക സഹായം തേടാമെന്നുള്ളൊരു ധാരണയുടെ പുറത്താണ് പോകുന്നത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി
ഈ 2036 ഈ പറയുന്ന 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ കിട്ടുകയുള്ളൂ. കാര്യം കുറേ കൂടി സാങ്കേതികമായി പരിഷ്കൃത രൂപമായിരിക്കും. പക്ഷേ പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് ചുളിവിൽ ഇത് സംഘടിപ്പിക്കുന്നുണ്ട്. 2026 അവർക്ക് ഇതിൻ്റെ ആദ്യ ബാച്ച് വിമാനങ്ങൾ കിട്ടുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പാകിസ്ഥാനും ചൈനയും വളരെ രീതിയിലുള്ളൊരു സൈനിക സഹകരണമുണ്ട്. അതുകൊണ്ട് തന്നെ പകുതി വിലയ്ക്കാണ് അവർ കൊടുക്കുന്നത്. 2029 ഇത് കൊടുക്കാനായിരുന്നു നേരത്തെയുള്ള ധാരണ. അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ഒരു സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവർ ആ നടപടികൾ സ്പീഡപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി പരിഗണിച്ചിട്ടാവണം ഇപ്പോൾ എയർ ചീഫ് മാർഷൽ ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചത്. കാര്യം സ്ഥിതിഗതികൾ നമുക്ക് അനുകൂലമല്ല, നമ്മൾ സജ്ജരായിരിക്കണം. പക്ഷേ നിലവിലെ നമ്മുടെ സാമഗ്രികൾ അതിനെന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് ഉടനടി പരിഹരിക്കണം. കൂടാതെ നിലവിലെ ആവശ്യങ്ങൾ പരിഗണിച്ച് അധികമായുള്ള സാമഗ്രികൾ അതിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തണമെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. വ്യോമസേന സുസജ്ജമാകണമെങ്കിൽ ഒരു 3-4 വർഷം കൂടി വേണ്ടി വരും. അതായത് ഈ പറഞ്ഞതുപോലെ പൂർണ്ണമായ ഒരു ആയുധ ശേഖരവുമായി മറ്റൊരു രാജ്യത്തെ നേരിടണമെങ്കിൽ ഒരു 3 വർഷമെങ്കിലും വേണ്ടി വരും. അതായത് ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ വെല്ലുവിളി അയൽരാജ്യമായ ചൈനയാണ്, പാകിസ്ഥാൻ പോലും അല്ല. കാര്യം ഇന്ത്യയെക്കാൾ കുറേ കൂടി മെച്ചപ്പെട്ട സാങ്കേതിക സംവിധാനങ്ങളും യുദ്ധസാമഗ്രികളും അവർക്കാണുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു വിഹിതം പാകിസ്ഥാനും ലഭിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ പോലും പാകിസ്ഥാന് കിട്ടുന്നു. നിലവിൽ ചൈനയെ കൂടാതെ ഈ ഒരു സംവിധാനം ഉള്ളത് റഷ്യയ്ക്കും അമേരിക്കയ്ക്കും മാത്രമാണെന്ന് കൂടി ഓർക്കണം. അപ്പോൾ ഈ ഒരു സാധ്യത, ഈ ഒരു വെല്ലുവിളി ഇന്ത്യയെ സംബന്ധിച്ച് ഒരു പ്രശ്നം തന്നെയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ പാകിസ്ഥാന് മുന്നിൽ എത്രയോ വലിയൊരു ശക്തിയാണ്. പക്ഷേ അതനുസരിച്ച് അവർ കുറച്ചുകൂടി മെച്ചപ്പെട്ട സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ ഇന്ത്യക്കും അതിനെക്കുറിച്ച് ചിന്തിച്ചേ മതിയാവും. ആ ഒരു കാര്യങ്ങൾ മുൻനിർത്തിയാണ് ഇപ്പോൾ ഈ പറയുന്നത്. നിലവിൽ നമ്മുടെ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ സജ്ജരാണ്, അത് തെളിയിച്ചിട്ടുമുണ്ട്. പക്ഷേ ഭാവിയിലെ മുന്നിൽ കണ്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഈ പ്രഖ്യാപനങ്ങൾ മാത്രം പോരാ, അതിനു വേണ്ടിയുള്ള ശ്രമവും വേണമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഈ റാഫേൽ വിമാനങ്ങളൊക്കെ ഇന്ത്യക്ക് വേണ്ടത്ര തന്നെ രീതിയിലുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനായിട്ടുള്ള യുദ്ധം തുടരുമ്പോഴും ഇന്ത്യ കൃത്യമായി അവിടെ ആക്രമണം നടത്തുന്നു, ഭീകര കേന്ദ്രങ്ങൾ തകർക്കുന്നു, കൃത്യമായ യുദ്ധം തന്നെയാണ് നടക്കുന്നത്. പാകിസ്ഥാൻ ഈ 5ാം തലമുറ വിമാനം തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ അത് വാങ്ങുന്നത് ചൈനയിൽ നിന്നാണ്. അത് അടുത്ത വർഷം തന്നെ അത് സജ്ജമാവുകയും ചെയ്യും. അപ്പോൾ അതിനെ നേരിടാൻ ഇന്ത്യക്ക് ഈ പറഞ്ഞതുപോലെ റാഫേൽ വിമാനങ്ങൾ മാത്രം മതിയാവുമല്ലോ. റാഫേൽ മാത്രമല്ല, നമ്മുടെ ഏറ്റവും വലിയ വ്യോമസേനയുടെ ഏറ്റവും വലിയ കരുത്ത് റാഫേൽ മാത്രമല്ല, ഒരിക്കലും അങ്ങനെ പറയാനൊക്കില്ല. ഈ സുഖോയ് വിമാനങ്ങളുണ്ട് റഷ്യയിൽ നിന്ന് കിട്ടിയത്. അത് അവിടുന്ന് സാങ്കേതിക വിദ്യ റഷ്യയിൽ നിന്ന് വാങ്ങി നമ്മൾ ഇവിടെ അസംബിൾ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതിൻ്റെ പരിഷ്കൃത രൂപവും കൂടി നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ റഫേലും അതോടൊപ്പം തന്നെ സുഖോയും ഉള്ളതാണ് ഇന്ത്യയുടെ കരുത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ബാക്കപ്പ് എന്ന നിലയിൽ നമുക്ക് തേജസ് വിമാനങ്ങളുമുണ്ട്. പിന്നെ വർഷങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മിറാഷ് പോലുള്ള വിമാനങ്ങൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ കാലം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, പുതിയ വെല്ലുവിളികൾ വരുന്നു, നമ്മുടെ ശത്രുക്കളുടെ എണ്ണം കൂടുന്നു. പാകിസ്ഥാൻ, ചൈന കൂടാതെ ഇപ്പോൾ ബംഗ്ലാദേശും ശത്രുപക്ഷത്തേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കാലാനുസൃതമായുള്ള പരിഷ്കരണം കൂടിയേ തീരൂ. അതായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക.